നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്റെ പെണ്ണും പിള്ളയെ സഖാക്കൾ തന്നെ തോൽപ്പിക്കും, എങ്ങനെയെങ്കിലും പിണറായി വിജയൻ രക്ഷിക്കണം. AKG സെന്ററിൽ മോങ്ങലാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തതിൽ പാർട്ടിയിൽ പുകച്ചിലാണ്. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ ആസൂത്രിത ശ്രമം നടന്നുവെന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ വെടിപൊട്ടിച്ചതും പുകച്ചിൽ ആളിക്കത്തിച്ച് സഖാക്കൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതോടെ അപകടം മണത്തിരിക്കുകയാണ് MV ഗോവിന്ദൻ. സൈബർ ഇടത്തിലും ശ്യാമളയെ തോട്ടിലെറിഞ്ഞ് CPM സൈബർ ഗ്രൂപ്പുകൾ ആളിക്കത്തുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ പിണറായി വിജയൻ ഇടപെടണം. നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വായടപ്പിക്കാൻ പിണറായി 2 വാക്കെങ്കിലും പ്രതികരിക്കണമെന്നാണ് ഗോവിന്ദന്റെ ആവശ്യം. എന്നാൽ ഇടപെടാൻ തയ്യാറാകാതെ മുഖ്യമന്ത്രി നൈസായിട്ട് ഉൾവലിഞ്ഞിരിക്കുകയാണ്. തളിപ്പറമ്പിൽ ശ്യാമളയെ തോൽപ്പിക്കാൻ പാർട്ടിക്കാരിൽ ഒരു കൂട്ടർ ഒത്തുകൂടിയെന്ന് വ്യക്തമായിരിക്കുകയാണ്. മൂട്ടിൽ തീ പിടിച്ചുള്ള ഗോവിന്ദന്റെ ഓട്ടം ഈ പേടിയിലാണ്. തനിക്ക് സീറ്റില്ലെന്ന് വ്യക്തമായതോടെ ഗോവിന്ദൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഭാര്യയെ തിരികെ കയറ്റാൻ പണി തുടങ്ങിയിരുന്നു. ഒടുക്കം കാര്യം സാധിച്ചുവെങ്കിലും പാർട്ടിയിൽ നിന്ന് ഇത്ര വലിയ എതിർപ്പ് ഗോവിന്ദൻ പ്രതീക്ഷിച്ചില്ല. ഭാര്യയെ ജയിപ്പിച്ച് MLA കസേരയിൽ കൊണ്ടിരുത്തി തളിപ്പറമ്പ് ഭരിക്കാമെന്ന ഗോവിന്ദന്റെ കണക്കുകൂട്ടൽ. ഓടിക്കൊണ്ടിങ്ങി വരാൻ ഗോവിന്ദന്റെ അണ്ണാക്കിൽ മണ്ണ് വാരിയിട്ട് കണ്ണൂരിലെ CPM പ്രവർത്തകരുടെ മറുപടി. PJ ആർമിയും കട്ടക്കലിപ്പിലാണ്. P ജയരാജനെ ഇക്കുറിയും തഴഞ്ഞതിൽ കലിതുള്ളി നിൽക്കുകയാണ് PK കൂട്ടർ. അവർ വെറി പിടിച്ചു നിൽക്കുന്നു. ഇതിനിടെ കണ്ണൂർ ജില്ലയിലെ LDF സ്ഥാനാർത്ഥികളെന്ന് പിണറായി ഉൾപ്പെടെ 8 പേരുടെ ചിത്രം പങ്കുവെച്ച് P ജയരാജൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതുകൂടാതെ PK ശ്യാമളയുടെ ചിത്രം അതുമാത്രം പ്രത്യേകം പങ്കുവെച്ച് തളിപ്പറമ്പിൽ പ്രിയ സഖാവ് ശ്യാമള ടീച്ചർ എന്ന് കുറിച്ച് ഒരു പോസ്റ്റും ജയരാജൻ പങ്കുവച്ചിട്ടുണ്ട്. ശ്യാമളയ്ക്കെതിരെ പാർട്ടിയിൽ വ്യാപക എതിർപ്പ് പുകയുന്നതിനിടയിൽ അവരെ പിന്തുണച്ചിട്ട പോസ്റ്റാണിതെന്നും അല്ല ശ്യാമളയ്ക്കും ഗോവിന്ദനും വിട്ട് ജയരാജൻ താങ്ങിയതാണെന്നും 2 ചർച്ചകളാണ് നടക്കുന്നത്. ജയരാജൻ സഖാവെ, വീണ്ടും വീണ്ടും നിങ്ങളെ വെട്ടിനിരത്തുമ്പോൾ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് PJ ആർമി പച്ചയ്ക്ക് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ ശൈലജ ടീച്ചറുടെയോ സ്വന്തം മണ്ഡലമായ തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി കാരായി രാജന്റെയോ പോസ്റ്റർ പോലും ജയരാജൻ ഇങ്ങനെ പങ്കുവച്ചിട്ടില്ല. പാർട്ടിക്കകത്തും പുറത്തും സമൂഹ മാധ്യമങ്ങളിലും ഉയർന്ന എതിർപ്പുകൾ വകവയ്ക്കാതെയാണ് ശ്യാമളയെ തളിപ്പറമ്പിൽ CPM സ്ഥാനാർത്ഥിയാക്കിയത്. ഈ രോഷം പ്രകടിപ്പിക്കാൻ പരോക്ഷമായ നീക്കമാണ് ഫേസ്ബുക്കിലൂടെ P ജയരാജൻ നടത്തിയത് എന്ന വാദമാണ് മുറുകുന്നത്. പോസ്റ്റിന് താഴത്തെ 3100-ലേറെ കമന്റുകളിൽ ഭൂരിഭാഗവും ശ്യാമളയ്ക്കെതിരാണ്. തളിപ്പറമ്പ് കയ്യിൽ നിന്ന് പോയി കിട്ടിയെന്നാണ് ഒരാൾ പങ്കുവച്ചിരിക്കുന്നത്. നാണമില്ലേ ഈ റിസർവേഷൻ സിസ്റ്റം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാണം കെടുത്താനായിട്ട്. PK ശ്യാമള മോശക്കാരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇത് ഈ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല. സാക്ഷാൽ PJ, M സുരേന്ദ്രൻ, N സുകന്യ എന്നിവർക്ക് എന്തുകൊണ്ട് ചാൻസ് കിട്ടിയില്ല? ആന്തൂർ സാജനെ ഓർത്തുകൊണ്ടായിരിക്കും ഓരോ വോട്ടറും അവിടെ വോട്ട് ചെയ്യുക. പാർട്ടി ജയിക്കും, പക്ഷേ ഇവർ തോൽക്കും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ആന്തൂരിൽ പ്രവാസി വ്യവസായി സാജൻ പാറയിൽ ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ അന്നത്തെ ആന്തൂർ നഗരസഭ അധ്യക്ഷ PK ശ്യാമളയ്ക്ക് വീഴ്ച പറ്റിയെന്ന് P ജയരാജൻ പരസ്യമായി അന്ന് പ്രതികരിച്ചിരുന്നു. ആന്തൂരിൽ പാർട്ടിയുടെ വിശദീകരണ പൊതുയോഗത്തിൽ PK ശ്യാമളയെ വേദിയിലിരുത്തിയായിരുന്നു അദ്ദേഹം തള്ളിപ്പറഞ്ഞത്. ഈ കാര്യങ്ങൾ തന്നെ പിന്നീട് ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലും PJ ആവർത്തിച്ചിരുന്നു. ഒരു നിഷ്പക്ഷനെ ദ്രോഹിക്കുന്ന നടപടി സെക്രട്ടറി, എഞ്ചിനീയർ, ഓഫീസർമാർ എന്നിവർ സ്വീകരിച്ചതിനാലാണ് സർക്കാർ അവർക്കെതിരെ നടപടിയെടുത്തത്. കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് അനുമതി കൊടുക്കേണ്ടതും മറ്റും ഉദ്യോഗസ്ഥരാണ്. എന്നാൽ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശ്യാമളയാണ് അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നായിരുന്നു P ജയരാജന്റെ വിമർശനം. അത്തരത്തിൽ ആന്തൂർ സാജൻ വിഷയത്തിൽ PK ശ്യാമളയെ തള്ളിപ്പറഞ്ഞ ആളാണ് PJ. നേരത്തെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർസ്വരങ്ങൾ ഉയർന്നപ്പോൾ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും MV ജയരാജനെ ഇവിടേക്ക് പരിഗണിക്കുന്നുവെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിയാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. ഇതോടെ തുടങ്ങിയ പോര് ആളിക്കത്തുകയാണ്. TK ഗോവിന്ദൻ കൂടി വെടിപൊട്ടിച്ചതോടെ എല്ലാം കൈവിട്ടുപോയി. MV ഗോവിന്ദൻ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ ആസൂത്രിത ശ്രമം നടത്തിയെന്നായിരുന്നു TK ഗോവിന്ദൻ ആരോപിച്ചത്. 3 തവണ ഗോവിന്ദൻ MLA ആയി, 4ാമത്തെ തവണ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി. അതിനായി വലിയ ആസൂത്രണം നടന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു.
തളിപ്പറമ്പിൽ വനിതാ സ്ഥാനാർത്ഥിയെ വേണമെന്ന ആവശ്യമാണ് നേതൃത്വം ഉയർത്തിയത്. എന്നാൽ സുകന്യ മത്സരിക്കട്ടെ എന്നാണ് പാർട്ടി അഭിപ്രായം ഉയർന്നത്. അത് പരിഗണിച്ചില്ല. പകരം ഭാര്യയെ ഇറക്കുകയാണ് ചെയ്തത്. ശ്യാമളയ്ക്കെതിരെ മണ്ഡലം കമ്മിറ്റിയിൽ കടുത്ത എതിർപ്പാണ് ഉയർന്നത്. എന്നാൽ ആ എതിർപ്പ് പരിഗണിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ധാർമ്മികത ഉണ്ടായില്ല. ഇത് അനീതിയാണ്. ഗോവിന്ദൻ മാഷ് MLA ആയ ശേഷം ആരോപണങ്ങൾ ഉയർന്നുവന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗോവിന്ദൻ മാഷിന്റെ മകൻ ബാഹ്യമായ ഇടപെടൽ നടത്തുന്നതായും TK ഗോവിന്ദൻ ആരോപിച്ചു. ഇതിനിടെ TK ഗോവിന്ദനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച ചേരുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ മാസ്റ്ററെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്വത്തിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയേക്കും. TK ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിക്ക് നൽകിയ രാജിക്കത്ത് പരിഗണിച്ചും സമൂഹ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയ പാർട്ടി വിരുദ്ധ വാർത്താ സമ്മേളനവും ചാനൽ ചർച്ചകളും ഗുരുതരമായ വീഴ്ചയാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ തുറന്നു പറച്ചിലുകൾ പാർട്ടി അണികളിലും പ്രവർത്തകരിലും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. TK ഗോവിന്ദന്റെ ജന്മനാടായ മലപ്പട്ടത്ത് അദ്ദേഹത്തിനെതിരെ പ്രകടനവും നടന്നിരുന്നു. CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടന്നത്. തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള TK ഗോവിന്ദന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നാണ് സൂചന. ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. കാരണം PK ശ്യാമളയ്ക്ക് അവിടെ വലിയ രീതിയിൽ എതിർപ്പുകളുണ്ട്. പാർട്ടിയിൽ പോലും അവർക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങാൻ പലരും തയ്യാറായേക്കില്ല. PK ശ്യാമളയ്ക്ക് എന്ത് യോഗ്യതയുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് സീറ്റ് നൽകിയത് എന്ന ചോദ്യം CPMകാർ തന്നെ ഉയർത്തുമ്പോൾ പ്രതിഷേധം അത്ര നിസ്സാരമല്ലെന്ന് വ്യക്തമാണ്. സഖാത്തികളുടെ സ്ഥായിയായ ധാർഷ്ട്യത്തിന്റെ മൂർധന്യമാണ് PK ശ്യാമള. ഞാൻ കണ്ണൂരിന്റെ എന്തോ വലിയ കൊണാണ്ടറാണെന്നുള്ള ഒരു ചിന്ത. ഈ ധാർഷ്ട്യം തന്നെയാണ് ഒരു പാവം മനുഷ്യന്റെ ജീവിതം തകർത്തതും. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അനുമതി കൊടുക്കില്ല. സാജന്റെ നെഞ്ച് തകർത്ത് ശ്യാമള പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ചുവപ്പ് നാടയിൽ ആ പാവം മനുഷ്യനെ കെട്ടിത്തൂക്കിയത് ശ്യാമളയാണെന്ന് അന്നത്തെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് TK ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത്. TK ഗോവിന്ദന്റെ ആ ഒരു തുറന്നു പറച്ചിൽ കൂടി നമുക്കൊന്ന് നോക്കാം. ആന്തൂരിലെ സാജന്റെ മരണം വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ്. അന്ന് ഏരിയ കമ്മിറ്റിയുടെ ചുമതല എനിക്കായിരുന്നു. ജനങ്ങളാകെ അക്രമാസക്തരായി നിൽക്കുകയാണ്. ശ്യാമള ടീച്ചറാണ് സാജന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് വ്യാപകമായ പ്രതിഷേധം വന്നു. വൈസ് ചെയർമാനായിരുന്ന ശ്യാമള ടീച്ചർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചാരണമാണ് ഉയർന്നു വന്നത്. വൈസ് ചെയർമാനെ രക്ഷിക്കാൻ തുടങ്ങിയാൽ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ നേരെ തിരിയും. ആ നിലയിലായിരുന്നു അവിടുത്തെ അന്നത്തെ സാഹചര്യം. കാര്യങ്ങൾ വിശദീകരിക്കാൻ പൊതുയോഗം വിളിച്ചു ചേർത്തു. P ജയരാജൻ, MV ജയരാജൻ, ജെയിംസ് മാത്യു, ഞാൻ എന്നിവരായിരുന്നു പ്രസംഗിക്കാനുണ്ടായിരുന്നത്. പൊതുയോഗത്തിൽ ശ്യാമളയെ ന്യായീകരിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി ഉണ്ടാകുമെന്ന് P ജയരാജൻ പ്രസംഗിച്ചു. വെറുതെ പോകില്ല, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങളും ജനങ്ങളോട് പറഞ്ഞു ഉറപ്പുകൊടുത്തു. ആ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ പിന്നീട് ഞങ്ങൾ എല്ലാവരും വേട്ടയാടപ്പെടുകയായിരുന്നു. ഗോവിന്ദന്റെ നോട്ടപ്പുള്ളിയായി മാറി ഞങ്ങളെല്ലാവരും. ഞാനിവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കില്ല എന്ന് സാജനോട് അവർ പറഞ്ഞ കാര്യം സഖാക്കളും മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകളും അറിഞ്ഞതായി അങ്ങാടിപ്പാട്ടാണ്. അത് കേട്ട് നിരാശനായാണ് സാജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സംഭവത്തിൽ പിന്നീട് പോലീസ് അന്വേഷണ കമ്മീഷനെ വെച്ചു. എന്നാൽ ടീച്ചർക്കൊന്നിലും ഉത്തരവാദിത്തമില്ലെന്ന റിപ്പോർട്ടാണ് തയ്യാറാക്കിച്ചത്. PK ശ്യാമള കുറ്റക്കാരിയല്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ കാണാതായിട്ടുണ്ട് എന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഉപയോഗിച്ച ആളുകൾ ഇപ്പോൾ അവിടെ തന്നെയുണ്ട്. സാജന്റെ മരണം ഉണ്ടാക്കിയ ജനവികാരത്തെ ശമിപ്പിക്കാൻ നടപടി ഉണ്ടാകും എന്ന് പറയുക മാത്രമായിരുന്നു വഴി. അതിന്റെ പേരിൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളുകളുടെ പേരിലാണ് നടപടി ഉണ്ടായത്. പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവണതയാണ് തളിപ്പറമ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനെയാണ് താൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് എന്നോട് അവർക്ക് വിരോധം ഉണ്ടായതെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. അന്നത്തെ ആ ഒരു വലിയ പൊട്ടിത്തെറി അത് കേരളം ഇന്നും മറക്കില്ല. ആ കുടുംബത്തെ മുഴുവൻ അനാഥമാക്കി PK ശ്യാമള. അവരുടെ ഇടപെടലാണ്, അവരുടെ ധാർഷ്ട്യമാണ് ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചത്. പക്ഷെ അതിനുശേഷവും എന്തെല്ലാം നെറികേടുകളാണ് ഈ പാർട്ടി ആന്തൂരിലെ സാജന്റെ കുടുംബത്തോട് ചെയ്തത്. ആ കുടുംബത്തെ വേട്ടയാടുകയായിരുന്നു. അതായത് നിയമ നടപടികളുമായി ആന്തൂരിലെ സാജന്റെ ഭാര്യ മുൻപോട്ട് പോയി.
തുടർന്ന് അവരെ സൈബർ ഇടത്തിലും പൊതുമധ്യത്തിലും വേട്ടയാടി CPM എന്ന ഈ നെറികെട്ട പ്രസ്ഥാനം, കണ്ണൂരിലെ നെറികെട്ട പ്രസ്ഥാനം. ആ സ്ത്രീക്ക് മറ്റാരുമായോ രഹസ്യ ബന്ധമുണ്ടായിരുന്നുവെന്നും അതറിഞ്ഞതിന്റെ മനോവേദനയിലാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്ന് വരെ അവർ പറഞ്ഞു പരത്തി. PK ശ്യാമളയെ രക്ഷിച്ചെടുക്കാൻ അങ്ങേയറ്റത്തെ നാറിയ കളികളായിരുന്നു അന്ന് CPM കളിച്ചത്. അതിനെല്ലാം ജനം മറുപടി കൊടുക്കുമെന്നാണ് ഇപ്പോൾ TK ഗോവിന്ദനും മറ്റ് CPMന്റെ നേതാക്കളും പറയുന്നത്. കാരണം തളിപ്പറമ്പിൽ PK ശ്യാമള 8 നിലയിൽ പൊട്ടിക്കാൻ പാർട്ടിയിൽ തന്നെ ആളുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ മണ്ഡലം കമ്മിറ്റി വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ശ്യാമളയ്ക്ക് ജനങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നും അവർ ഒരു ജനപ്രിയതയുള്ള നേതാവല്ല എന്നും അവർക്ക് ആ സീറ്റ് കൊടുക്കുന്നത് ആത്മഹത്യാപരമാണെന്നും വെറുതെ ഒരു സീറ്റ് കൊണ്ട് കളയരുതെന്നും ആവർത്തിച്ചു പറയുകയായിരുന്നു തളിപ്പറമ്പിലെ മണ്ഡലം കമ്മിറ്റികൾ. വലിയ വിമർശനം അന്നു മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇതൊന്നും വകവെച്ചില്ല MV ഗോവിന്ദൻ. കണ്ണൂർ പാർട്ടിയിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുന്നവരുടെ രഹസ്യ പിന്തുണ TK ഗോവിന്ദന്റെ പൊട്ടിത്തെറിക്ക് പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ്. പാർട്ടി നയവ്യതിയാനം ആരോപിച്ചോ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ വിയോജിച്ചോ അല്ല പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിലെ പൊട്ടിത്തെറി. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ ഭർത്താവായ ഗോവിന്ദൻ ഗൂഢനീക്കങ്ങൾ നടത്തിയെന്ന ആരോപണം പാർട്ടിയുടെ നെറുകയിലേറ്റ അടിയാണ്. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള എതിർപ്പ് മേൽക്കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തില്ലെന്നുള്ള ആരോപണം MV ഗോവിന്ദന് സ്വന്തം താൽപര്യം എന്ന ആക്ഷേപത്തിന് മൂർച്ച കൂട്ടുകയാണ്. പാർട്ടി സെക്രട്ടറിക്കെതിരായ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെയെന്ന് വ്യാഖ്യാനിക്കുന്ന CPMൽ കണ്ണൂരിൽ നിന്നാണ് പ്രതിരോധം തീർത്ത് പ്രതികരണം വന്നിരിക്കുന്നത്. MV ഗോവിന്ദന്റെ പ്രവർത്തന ശൈലിയോടുള്ള എതിർപ്പ് P ജയരാജനും EP ജയരാജനും പാർട്ടി കമ്മിറ്റികളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോടിയേരിക്ക് ശേഷം പാർട്ടിയെ കെട്ടുറപ്പോടെ നയിക്കാൻ ഗോവിന്ദനാകുന്നില്ല എന്നുള്ള വിമർശനത്തിനിടെയാണ് കണ്ണൂർ പാർട്ടിയിലെ അടുത്ത പൊട്ടിത്തെറി. വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPMന് വലിയ തലവേദന കണ്ണൂർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണെന്നും TK ഗോവിന്ദൻ വർഗവഞ്ചകനാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പ്രതികരിച്ചിട്ടുണ്ട്. PK ശ്യാമള മത്സരിക്കാൻ അർഹതയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. PK ശ്യാമളയ്ക്ക് മത്സരിക്കാൻ അർഹതയുണ്ട്, യോഗ്യതയുണ്ട് എന്ന് ആരായി പറയുന്നത്? PK ശ്യാമളയുടെ ഭർത്താവ് MV ഗോവിന്ദൻ. വളരെ നല്ല മാതൃക. താൻ കല്യാണം കഴിക്കുന്നതിന് മുൻപേ DYFI ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ അവർ കേഡറാണ്. തന്റെ ഭാര്യ എന്ന തരത്തിൽ ചർച്ച നടത്തുന്നത് അവരുടെ വ്യക്തിത്വം തകർക്കാനുള്ള ബോധപൂർവ്വ ശ്രമമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾക്ക് തളിപ്പറമ്പിൽ ഒരു സ്ത്രീയെ തന്നെ നിർത്താമായിരുന്നു. അത് PK ശ്യാമള തന്നെ വേണമെന്നില്ല. വേറെ ഏതെല്ലാം നേതാക്കളുണ്ടായിരുന്നു? സുകന്യയെ നിർത്താമായിരുന്നു, അല്ലെങ്കിൽ മറ്റെത്രയോ നേതാക്കളുണ്ട്. പക്ഷെ അവരെ എല്ലാവരെയും മാറ്റി നിർത്തി, തഴഞ്ഞുകൊണ്ട് അവരെല്ലാവരെയും വെട്ടിമാറ്റിക്കൊണ്ട് PK ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നത് MV ഗോവിന്ദന്റെ കുടുംബത്തോട്ട് അധികാരം എത്തണം എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ്. അതിനെയാണ് ഈ പാർട്ടിയിലുള്ളവർ അടപടലം എതിർക്കുന്നത്. എന്തായാലും PK ശ്യാമളയ്ക്ക് ഇനി തളിപ്പറമ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.